ഞാൻ എന്തിനാണ് ഈ ധൃതി പിടിപ്പിക്കണം? എന്താണ് പിന്നെ ടെൻഷൻ? ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് ധൃതിയാണെങ്കിൽ എനിക്ക് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകാർ എന്നോട് പറയില്ല കേട്ടോ. ഇത്ര നാള് കളിച്ച പോലെ സ്റ്റേജല്ലേ. പിന്നെ ഫ്ലോറാണ് ഫ്ലോർ. ഫ്ലോറല്ല, അല്ലാണ്ട് ഫ്ലോറിഡ ഒന്നും അല്ലല്ലോ. ഒരുപാട് ഫ്ലോറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടു? TV കണ്ടിട്ടുണ്ടോ? TV കണ്ട ഫ്ലോറാണോ ഇത്? ഒറിജിനൽ ഫ്ലോർ. ദൈവത്തെ ഓർത്ത് തെറ്റിക്കല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. നമ്മുടെ നാടകം ഈ ചേർപ്പമ്മിൽ പള്ളി ബുക്ക് ചെയ്തല്ലേ? അതിന് നിങ്ങൾ എന്തിനാ ക്യാൻസൽ ചെയ്തത്? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? എടാ, പള്ളി പരിപാടിയുടെ നോട്ടീസ് അച്ചടിച്ച് വെച്ചിരുന്നുണ്ടോ? എന്നാ? നമ്മുടെ നാടകത്തിന് ശേഷം ദിവ്യ ബലി ഉണ്ട്. ചുമ്മാ ബലിയാടാണ്ട കാര്യം. അതാണ്. നീ കിടുവല്ലേ? അപ്പൊ ഞാനാ? നീ കിക്കിടും. ആശാനെ അവനെ പൊക്കി പറഞ്ഞില്ല, അവൻ നമ്മളെ പൊക്കൂടി. അതെ ആശാനെ, ഞാൻ ഡ്രസ് മാറിയപ്പോ ഒരുത്തം വന്ന് ഒളിഞ്ഞു നോക്കി. അതെ, ഒളിഞ്ഞു നോക്കിയെങ്കിൽ ആ ബംഗാളി ആയിരിക്കും. ഓ, ഭാഗ്യം ചെയ്ത കണ്ണു കരുത്ത്. അവന്റെ കണ്ണിയാ കുത്തി പൊട്ടിക്കും. നമുക്ക് സമയങ്ങളല്ല, പരിപാടി തുടങ്ങിയേക്കാം. പ്രിയമുള്ളവര്, ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. ഈ സൂപ്പർ ഫൺ കുടുംബത്തിന്റെ വേദിയിൽ ഈ ഒരു നാടകം അവതരിപ്പിക്കാൻ ഞങ്ങളെ ക്ഷണിച്ച ഇതിന്റെ പ്രൊഡ്യൂസർമാർക്കും വിശിഷ്യ ക്യാപ്റ്റന്മാർ, അതിലുപരി ഇതിന്റെ അംഗ, അതല്ലാതെ ഈ ഫാമിലികൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ പേരാണ് വിലക്കപ്പെട്ട ഖനി അഥവാ ബ്ലോക്ക്ഡ് ഫ്രൂട്ട്സ്. എന്ത് മനോഹരമാണ് ഈ ഏദൻ തോട്ടം. ദൈവമേ, അങ്ങനെക്ക് താമസിക്കുവാൻ ഏദൻ തോട്ടം തന്നു, ഭക്ഷിക്കുവാൻ കൈകളിൽ തന്നു, കുടിക്കാൻ ദാഹിതൽ തന്നു. പക്ഷേ ദൈവമേ, ഞാൻ ഈ ഏദൻ തോട്ടത്തിൽ ഏനാണ്. എനിക്കൊരു തുണ വേണം ദൈവമേ, ഒരു തുണ വേണം. എന്നേക്കാൾ ചെറിയ ചെറിയ വ്യത്യാസമുള്ള വേറെയാണ്. കൊള്ളാലും അയ്യോ, സ്റ്റീഫൻ ദേവസി. ഞാൻ ആദം. നീ ആരാണ്? ഞാൻ ഹവ്വ. അപ്പോൾ ഇതാണല്ലേ ദൈവം എനിക്കായി സൃഷ്ടിച്ച തുണ. ആദം. ഇഷ്ടപ്രാണേശ്വരി, നിന്റെ ഏദൻ തോട്ടം എനിക്കു വേണ്ടി, ഏഴാം സ്വർഗം എനിക്കു വേണ്ടി. ഇഷ്ടപ്രാണേശ്വരി. ആരാണ് നീ? ഞാനാ. ഞാനാണ്. പേര് പറയണം. പേരെ പിടിക്കില്ലേ, അത് വിട്. നിന്നോട് തുടക്കത്തിലെ പറഞ്ഞാലേ പേര് പഠിച്ചു. പേര് പറയണം. പേരെ പിടിക്കില്ല, അത് വിട് ആശാനെ. പേര് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഓർത്ത് പറയാം. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? എങ്കിൽ കേട്ടോളൂ. അതും അടുത്ത വരവിന് ഞാൻ ആരാണെന്ന് അറിയിച്ചു തരുന്നതായിരിക്കും. അതും അറിയിച്ചു തരുന്നതായിരിക്കും. അടുത്ത വരവാ? ആ സാത്താൻ തന്നെ ഓടിക്കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും കൈ നിട്ട് പറ, അല്ലേ തെറ്റും. അയ്യോ അയ്യോ അയ്യോ, അതല്ല. അയ്യോ, ദേ നല്ലൊരു പഴം, അത് കഴിക്കണം. അതോ? അവ അത് വിൽക്കപ്പെട്ട കനിയാണ്. വിൽക്കപ്പെട്ടതോ? അതൊക്കെ പറ്റി. പണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. വിലക്കപ്പെട്ട കനി, വിലക്കപ്പെട്ട കനി. അത് ഭക്ഷിച്ചാൽ ദൈവകോപം ഉണ്ടാകും. അതുകൊണ്ട് അതിൽ തൊടാൻ പാടില്ല. എന്നാലും എനിക്ക് ആ പഴം വേണം. നിർബന്ധം പിടിക്കല്ലേ ഹവ്വ, നിർബന്ധം പിടിക്കല്ലേ. ആരാണ് നീ? ഞാനാ. പിന്നെ ഏത് പറയണം? ഞാൻ ആരാണെന്ന് ഈ കുറിമാനം പറയും. ഏതൊന്നും ഒട്ടത്തി പേപ്പറുമായിട്ട് വന്നേക്കണ തെണ്ടി. സാത്താനതി ബുദ്ധിമാൻ തന്നെ. അപ്പോൾ ഇതാണല്ലേ നിന്റെ പേര്? സാത്താന്റെ പേരെന്താന്ന് ഉറക്കെ വായിക്കും ആദം. അതെനിക്ക് കേൾക്കാൻ തിടുക്കമായി. ഒട്ടത്തിൽ നിന്നിട്ട് പണിയുവല്ലേ. സാത്താന്റെ പേര് അറിയണമെന്ന് ഹവ്വയ്ക്ക് നിർബന്ധമാണോ? അറിയണം ആദം, അറിയണം. ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ല.
എങ്കിൽ തന്നെ ഹവ്വ തന്നെ വായിക്കും, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഒരു പേരിലേക്ക് ഇപ്പൊ എന്തിരിക്കുന്നു അതോ? അങ്ങനെ പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് സാത്താൻ വന്ന കാര്യം പറയൂ. ഞാൻ വന്നത് വന്ന കാര്യം എല്ലാം വന്ന കാര്യം പറയടാ തെണ്ടി. നീ പിന്നെ പാത്രം നിന്റെ വായിൽ എന്നാ പഴമാണ്? ആ പഴം പഴം പഴം. ഞാൻ വന്നത് ഒരു പഴത്തിന്റെ കാര്യം പറയാൻ. പഴത്തിന്റെ കാര്യം? ഏത് പഴം? പഴം അതോ? അത് വിലക്കപ്പെട്ട കാര്യമാണ് സാത്താനെ. അത് ഭക്ഷിച്ചാൽ ദൈവകോപം ഉണ്ടാവും, അറിയാവോ? അതുകൊണ്ട് നീ കിടക്ക് പുറത്ത്. അപ്പോൾ ഈ വേഷത്തിൽ വന്നാൽ ഇവരെ കബളിപ്പിക്കപ്പെടാൻ പറ്റില്ല. വെറുതെ കടന്നു പോകും. പിടിക്കാം. അവന്റെ വേളത്തിന് നമ്മൾ തുടത്തില്ല. അവ എന്തോ ഞാൻ പോയി കുറച്ച് ഫലമൂലാദികൾ ശേഖരിച്ചു വരാം. അതുവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഒറ്റക്കാക്കിയിട്ട് പോവാണല്ലേ? അയ്യോ അയ്യോ, ആരാതെ? പോണാടി. പട്ടിയല്ല, പാമ്പ്. പാമ്പ്. പാമ്പ്? ഹവ്വ, എന്താണ് നീ ഏദൻ തോട്ടത്തിൽ പറയണെങ്കിലൊന്ന് പറ. എന്താണ് നീ ഏദൻ തോട്ടത്തിൽ വിഷമിച്ച് നിൽക്കുന്നത്? അതൊക്കെ ചോദിക്കാൻ നീ ആരാണ്? ഞാനൊരു പാവം പാമ്പാണേ. പാമ്പിന് എന്താ ഈ ഏദൻ തോട്ടത്തിൽ കാര്യം? ഈ ഏദൻ തോട്ടത്തിലെ എല്ലാ മരത്തിലെയും ഫലങ്ങൾ ഞാൻ കഴിച്ചു. ഈ മരത്തിലെ ഫലം മാത്രമേ ഞാൻ കഴിക്കാത്തേ ഉള്ളൂ. അതുകൂടി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അവ്വ, ഇതാ ഈ മരത്തിലെ ഫലം. അയ്യോ, എനിക്ക് വേണ്ട. ഇത് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞേക്കുന്നേ. ദൈവം കോപിക്കും. ചുമ്മാ കഴിച്ചു നോക്ക്, നല്ല പഴം, സൂപ്പർ പഴം. അല്ല എനിക്ക് വേണ്ട. അല്ല എനിക്ക് വേണ്ട. അത് ദൈവം പറഞ്ഞേക്കണ അനുസരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കോപം ഉണ്ടായാലോ? ഒരു കോപം ഉണ്ടാവില്ല, കഴിച്ചു നോക്കി. അയ്യോ, നല്ല നിറം, നല്ല മണം. നിറം, മണം, ഗുണം, രുചി. ഏത് പഴത്തിനുണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ? പരസ്യം പറയാതെ നാളെ കഴിക്കാം. കഴിച്ചോട്ടെ. നല്ല രുചി. അല്ല പാമ്പേ, അങ്ങനെയാണെങ്കിലേ ഞാനിത് ആദ്യം വരുമ്പോ നിങ്ങൾ കൊടുത്തോട്ടെ. പിന്നെ പകുതിപ്പണി അവനും കൊടുത്തു. അല്ല, പകുതിപ്പഴം അവനും കൊടുത്തു. കൊടുക്കാം അല്ലേ? അതും വരട്ടെ, എന്തായാലും കൊടുക്കാം. കൊള്ളാട്ടാ. ആദം, ഞാൻ ആദത്തിന് എന്താ വെച്ചേക്കുന്നേ നോക്കിയേ. ഇത് കനി. ചതിച്ചല്ലോ ഗുരുവായൂരപ്പ, ചതിച്ചല്ലോ ദൈവമേ. അത് വിലക്കപ്പെട്ട കാര്യമാണ്. ഇതെങ്ങനെ ഭക്ഷിച്ചു? അത് ഒരു പാവം പിടിച്ച ഒരു പാമ്പ് കൊണ്ടുവന്ന് തന്നതാ. പാമ്പോ? അത് കളയൂ. ഇല്ല, അത് കളയൂ. ദൈവം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്നിട്ട് വായിലും വെള്ളം ഊർന്നു. കഴിക്കരുത്. എന്തിനാണ് ഞാൻ ഇത് ആദത്തിന് വേണ്ടി കൊണ്ടുവന്നത്? കഴിക്കേ. എനിക്ക് വേണ്ട. കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ആണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ന് നോക്കി ഒന്ന് മണത്ത് നോക്കിയാ കഴിക്കാൻ തോന്നുന്നു. മണത്താ ശരിയായി. കഴിക്കുന്ന കഴിക്കടാ കൂട്ടാ. ഇതാണ് ഈ ഒറ്റ വിളിയാണ് ആവർത്തിച്ചടിക്കുന്നത്. കഴിക്കേ. കഴിക്കല്ലേ? നാണമാവുന്നു, നീതി നോക്കുന്നു, എന്റെ കൈകൾ നിന്നെ മൂടുന്നു. ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുന്നു പോരുന്നു. നാണമാവുന്നു, നീതി നോക്കുന്നു, നിന്റെ കണ്ണിൻ മുള്ളു കൊള്ളുമ്പം. ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. നാണമാവുന്നു, നീതി നോക്കുന്നു, എന്റെ കൈകൾ നിന്നെ മൂടുമ്പം. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. നാണമായിട്ട് പോയ എന്താണ് രണ്ടുപേരും കൂടെ ഇവിടെ പരിപാടി? ഏതൻ തോട്ടത്തിലെ മീശക്കാരൻ. ചേട്ടൻ എന്താ ഇവിടെ? അല്ല, എവിടെ എന്നറിയിട്ട് വന്നായിരുന്നേ. അല്ല, നാടകം. നാടകമാണ്. പൊയ്ക്കോ പൊയ്ക്കോ. നാടകം എനിക്ക് മനസ്സിലായി. നാടകമൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര നാളായി തുടങ്ങിയിട്ടത്? ഒരു വർഷത്തോളമായി. ഒരു വർഷത്തോളായി അല്ലേ? അല്ല ചേട്ടാ, ഞങ്ങൾ നാടകം കളിക്കാൻ. ചേട്ടൻ പൊയ്ക്കോ, ഞാൻ വീട്ടിലോട്ട് വരാം.
കയറി കയറി എന്നെ പരിപാടിയാണെന്ന് പറയണി. ഇതെന്താന്നറിയോ, ഈ സീനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാണ്. ഇത് ഇനി ടിവിയിലൊക്കെ വരും, യൂട്യൂബിൽ വരും, അതിൽ നിന്ന് കട്ട് ചെയ്ത് റീൽസ് വരെ ചെയ്യും. സ്വന്തം കെട്ടിയവനായ ഞാൻ എന്നിട്ട് ടി വി വരും, ഫേസ്ബുക്കിൽ വരും. ഞാൻ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ എങ്ങനെയാണ്? നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുക അല്ലേ? മോൻ ആരാ എന്റെ സംഘാടകൻ? ഞാൻ ഇതൊക്കെ പരിപാടിയൊക്കെ നടത്തുന്ന ആളാ. സംഘാടകനോ? ഇതിനൊക്കെയോ? പൊന്നളാ നിങ്ങളോ? അതെങ്ങനെ കണ്ടൊക്കെ കണ്ടു ചിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ചിരിക്കാം, എനിക്കാണ് ഇവിടെ കത്ത് നിൽക്കണം. ചേട്ടാ അല്ല, നമ്മള് ഞങ്ങൾ നാടൻ കളിക്കല്ലേ. നീ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് വേറൊരു നാടകമുണ്ട്. എന്ത്? മർദ്ദനമറിയും. ഈ മർദ്ദനമറിയില്ല, മർദ്ദനമറിയാം. അത് ബൈബിളില്. ഇവക്കുള്ളത് മർദ്ദനമറിയും. ചേട്ടാ പറയട്ടെ, ഈ നാടകം ഞങ്ങൾ പറഞ്ഞു തരാം. അതല്ല, അങ്ങനെ അല്ലത്.